ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, ഇപ്പോഴും പേടി മാറിയിട്ടില്ലല്ലേ? സുമിത്ര പറഞ്ഞു നാഗശാപം തീർന്നെന്ന കാര്യത്തിൽ മോൾക്ക് ഇനിയൊരു സംശയം വേണ്ട കേട്ടോ. അതെന്നേക്കുമായി അവസാനിച്ചു. നാഗം മോളെ അനുഗ്രഹിച്ചിട്ടല്ലേ പൂജ അവസാനിച്ചത്. പക്ഷെ മുത്തശ്ശി, ഞാൻ മാത്രല്ലല്ലോ ബെഡ്റൂമില് നവീനും പാമ്പിനെ കണ്ടതല്ലേ? ഒരു തോന്നലുണ്ടാവുമ്പോ രണ്ടുപേർക്കും ഒന്നിച്ചുണ്ടായിക്കൂടുന്നില്ല. ഷോ, മുത്തശ്ശി എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ ഇവിടെ കണ്ട കാര്യല്ലേ പറയുന്നേ. അല്ലാതെ അങ്ങനെ ഒരു കളവ് പറഞ്ഞ് കളരിക്കലെ നാഗശാപം മാറിയിട്ടില്ലെന്ന് പറഞ്ഞാ എനിക്ക് എന്താ അതില് നേട്ടം? നേട്ടത്തിന്റെയും കോട്ടത്തിന്റെയും കണക്കൊന്നും അല്ല കുട്ടി. കുട്ടിയുടെ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതാ പറ്റിപ്പോകുന്നേ. എന്ത് മാറ്റം? ഈ നാഗങ്ങളോടുള്ള പേടി തന്നെ. മോളൊരു കാര്യം ചെയ്യ്. വരുന്നത് വരട്ടെന്ന് കരുതി ധൈര്യമായിട്ടങ്ങ് നിക്ക്. വരുന്നത് വരട്ടെയെന്നോ? എന്നുവെച്ചാ പാമ്പിന്റെ കടിയേറ്റ് ഞാൻ മരിക്കുവാണെങ്കിൽ അങ്ങ് മരിച്ചോട്ടെന്ന് അല്ലേ? അപ്പൊ പിന്നെ കാര്യം എളുപ്പമായല്ലോ നവീന് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ. അങ്ങനെയല്ലേ കളരിക്കൽ കുടുംബത്തിന്റെ പാരമ്പര്യം? അങ്ങനെ വന്നവരല്ലേ ഇവിടെ ജീവിച്ചിരിക്കുന്നവരൊക്കെ. മോളെ, നിന്റെ നാവിന്നാണോ ഞാനിതൊക്കെ കേട്ടത്? എന്റെ കാതുമോള് ഇങ്ങനെയൊക്കെ സംസാരിക്കുവോ? മോളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. സോറി മുത്തശ്ശി, എന്റെ മനസ്സേ എന്റെ കയ്യിലൊന്നുമല്ല. ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് പോലും എനിക്കിപ്പം മനസ്സിലാവുന്നില്ല. ആ നാഗത്തെ കണ്ട മുതല് എനിക്കുണ്ടായിരുന്ന എല്ലാ ധൈര്യവും പോയി മുത്തശ്ശി. മുത്തശ്ശി, ഞാനിങ്ങനെ പറയുന്നതും പ്രതികരിക്കുന്നതൊക്കെ എല്ലാവർക്കും വെറുപ്പാണെങ്കിൽ എന്നെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്ക്. എങ്ങോട്ട് എങ്ങോട്ട് പറഞ്ഞു വിടാനാ നിന്നെ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മുത്തശ്ശി? എനിക്ക് പേടി മാറുന്നില്ല. എനിക്ക് എല്ലാവരുടെ അടുത്ത് ധൈര്യമായിട്ടൊന്നും വന്നിരിക്കാൻ കൂടെ പറ്റുന്നില്ല. എനിക്ക് പഴയതുപോലെ ആവാനും പറ്റുന്നില്ല. പോട്ടെ മോളെ, കരയണ്ട. മുത്തശ്ശി ഇതിന് സമാധാനം ഉണ്ടാക്കി തരാം. അത് കഴിയുമ്പോ എന്റെ കുട്ടി പഴയതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലായി മാറും. മുത്തശ്ശിക്ക് മോളോട് ഒരു വെറുപ്പും ഇല്ല കേട്ടോ. അയ്യോ മുത്തശ്ശി. പോട്ടെ മോളെ, പോട്ടെ പോട്ടെ മോളെ. കൈ നിറോ, കൈ എടുക്കാനാ പറഞ്ഞേ. സോറി സിസ്റ്ററെ. എന്ത് സോറി? എവിടെ വെച്ചെന്നൊരു പെണ്ണിനെ കയറി പിടിച്ചിട്ടല്ലേ തന്നെ ആൾക്കാർ തല്ലി ചതച്ച് വിട്ടിട്ടേക്കണേ. ഇനി എന്റെ കയ്യിൽ നിന്നും കൂടെ വേണം. അയ്യോ സിസ്റ്ററെ, സിസ്റ്റർ എന്നെ തെറ്റിദ്ധരിച്ചതാ. സത്യത്തിലേ എന്നെ തല്ലിയമാരെ മണ്ടന്മാരാ, മഹാമണ്ടന്മാരാ. നല്ലോണം കിട്ടിയിട്ട് ആൾക്കാരെ മണ്ടന്മാരെന്ന് വിളിച്ചാ മതി. എന്റെ സിസ്റ്ററെ, നിങ്ങൾക്ക് സത്യം അറിഞ്ഞൂടാ. എന്തൊക്കെ ഗൂഢാലോചനയും എന്തൊക്കെ ആൾമാറാട്ടമാണ് ആ കളരിക്കൽ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ?